കറുകച്ചാൽ ചമ്പക്കര സെന്റ് ജോസഫ് യു പി സ്കൂൾ വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷിക സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കര സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ 119ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. വാർഷിക സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. 119 വർഷങ്ങൾക്ക് മുമ്പ് ചമ്പക്കര പോലുള്ള പ്രദേശത്ത് ഇത്തരമൊരു വിദ്യാലയത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഈ പള്ളിയോടൊപ്പം പള്ളിക്കുളം വേണമെന്ന ചാമറപ്പിതാവിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ച ആ ആശയത്തെ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യ സംബന്ധിച്ച 3 ആലയങ്ങളാവുന്നത്. സാധാരണഗതി ഒന്ന് ജനിക്കുന്ന ആലയങ്ങളുടെ വീട്, നമുക്കത് വേറെ ചെയ്യാൻ കഴിയാത്തതാണ് നമ്മുടെ വീട്. 2 നമ്മുടെ ദേവാലയം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലം, മനുഷ്യന്റെ മാനസികമായ അവന്റെ ആധ്യാത്മികമായ ഉണർവിന് വേണ്ടി അവൻ പോകുന്ന സ്ഥലം. 3ാമത്തേത് അവന്റെ വിദ്യാലയം. ഈ 3 ആലയങ്ങളിലൂടെയാണ് സാധാരണഗതി അവിടെ കടന്നുപോകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ എബ്രഹാം വെട്ടുവയലിൽ അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് അനുഗ്രഹ പ്രഭാഷണവും ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ്ലി തോമസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കറുകച്ചാൽ എഇഒ ഓമന കെ, നെടുകുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ.എൻ. ശശീന്ദ്രൻ, PTA പ്രസിഡന്റ് സുദീപ് കെ ജോസ്, MPTA പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ലാമിയ എലിസബത്ത്, മുൻ PTA പ്രസിഡന്റ് കെ. ബിനു, ഹെഡ്മാസ്റ്റർ ജോസ് കെ ജേക്കബ്, ചമ്പക്കര സെന്റ് ജോസഫ് ചർച്ച് ട്രസ്റ്റി ജോജോ ചേന്നാട്ട്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജോസി കൊച്ചുവള്ളാട്ട്, സീനിയർ അസിസ്റ്റന്റ് MK മായാമോൾ, സ്കൂൾ ലീഡർ അൽഫോൺസ് ജോസഫ്, PTA സെക്രട്ടറി ടോജോമോൻ N. ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. മാസ്റ്റർ കാർത്തികനും സെന്റ് ജോസഫ് ടീച്ചറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് കറുകച്ചാൽ BPC സ്വപ്ന M പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.